5 കിലോമീറ്റർ 24 മിനിറ്റിനകത്ത് കംപ്ലീറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് SSC GDന്റെ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവത്തുള്ളൂ. ആ 5 കിലോമീറ്റർ പാസ്സാവാനുള്ള ഒരു സോളിഡ് വർക്കൗട്ട് പ്ലാനാണ് ഞാൻ തരാൻ വേണ്ടി പോകുന്നത്. പിന്നെ പ്രധാനമായും പറയാനുള്ളത് ഇതൊരു വീക്കിലി 6 ഡേയ്സ് വർക്കൗട്ടും 1 ഡേ റെസ്റ്റും. അതായത് തിങ്കൾ തൊട്ട് ശനി വരെയാണ് ഞാൻ പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത്, ഞായറാഴ്ച റെസ്റ്റ്. ഇതാണ് വർക്കൗട്ട് പ്ലാൻ വരുന്നത്. ഈ ഒരു രീതിക്കാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഈ ഒരു വർക്കൗട്ട് എന്ത് ചെയ്യുക, ട്യൂക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മൺഡേ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 400 മീറ്ററിന്റെ 6 സെറ്റ് ഓടുക എന്നുള്ളതാണ്. 6 സെറ്റ് 400 മീറ്ററിന്റെ ഓടണം. 6 സെറ്റ് ഓടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് 4 സെറ്റിന് സ്റ്റാർട്ട് ചെയ്യാം. 4 to 6 വരെ മിനിമം 4 സെറ്റെങ്കിലും ഓടണം. ഓക്കെ, 4ഉം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 3 സെറ്റ്സ് ആയാലും മതി. ഓക്കെ, അപ്പോൾ അത് 6 വരെ ഓടണം. 400 മീറ്ററിന്റെ 6 സെറ്റ് വരെ ഓടാൻ വേണ്ടി സ്റ്റാർട്ടിങ് ചെയ്യുന്നത് നിങ്ങൾ 3 ആണെങ്കിലും ഒരു 2 to 3 വീക്സ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് 6 വരെ ഓടാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഓരോ 400 മീറ്റർ നിങ്ങൾ ഫിനിഷ് ചെയ്യേണ്ടത് 1:10. ഒരു 400 മീറ്റർ നിങ്ങൾ ഓടിച്ചിട്ട് 1:10ന്റെ അണ്ടറിൽ നിങ്ങൾ ഈ ടൈമിനകത്ത് നിങ്ങൾ 400 മീറ്റർ ഓടി ഫിനിഷ് ചെയ്തിരിക്കണം. മാക്സിമം ടൈം 1:10 1:7 8 നിങ്ങൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു പേസിൽ നിങ്ങൾ ഓടുക. ഓക്കെ, ഇതാണ് മൺഡേയിലെ വർക്കൗട്ട്. ഇനി ട്യൂസ്ഡേ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 to 30 മിനിറ്റ് ഈസി റൺ ആണ് ചെയ്യേണ്ടത്. നിങ്ങൾ സ്റ്റാർട്ടിങ് 20 മിനിറ്റെങ്കിലും ഈസി റൺ ചെയ്യണം. ഈസി റൺ എന്ന് പറയുമ്പോൾ സമാധാനപരമായിട്ട് ഒരു 60% എഫേർട്ടിലോട് കൂടി ടൈം ഒന്നും നോക്കണ്ട, സമാധാനത്തിൽ ഓടുക. ഭയങ്കര സ്ലോയിൽ കോൺവെർസേഷണൽ പേസിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരാളോട് സംസാരിച്ചിട്ട് ഓടാൻ പറ്റുന്ന ഒരു രീതിയിൽ നിങ്ങൾ ഓടുക സ്ലോയില്. മിനിമം 20 മിനിറ്റ് എന്തായാലും ഓടിയിരിക്കണം. മാക്സിമം 30 മിനിറ്റ് വരെ നിങ്ങൾ ഓടാൻ പ്രാപ്തരായിരിക്കണം കേട്ടോ. 20 മിനിറ്റ് തൊട്ട് 30 മിനിറ്റ് വരെ ഈസി ആയിട്ട് ഓടാൻ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ ABC ഡ്രിൽസും കൂടി ചെയ്യാം. ഈ 20 മിനിറ്റ് ഓടിയതിന് ശേഷം ABC ഡ്രിൽസ് ചെയ്യാം. അപ്പോൾ ABC ഡ്രിൽസിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതിന് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കാം. ഓക്കെ, അത് നിങ്ങൾ ചെയ്താൽ മതിയോ. മൂന്നാമത്തെ ദിവസം അതായത് വെനസ്ഡേ നിങ്ങൾ ചെയ്യേണ്ടത് 3 to 5 കിലോമീറ്റർ ഓടുക എന്നുള്ളതാണ്. 3 to 5 കിലോമീറ്റർ ഓടുക എന്ന് പറയുമ്പോൾ മിനിമം 3 കിലോമീറ്റർ എങ്കിലും മാക്സിമം 5 കിലോമീറ്റർ വരെ ഓടുക. നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 3 കിലോമീറ്റർ നിങ്ങൾ ഓടേണ്ടത് 15 മിനിറ്റിന്റെ അണ്ടറിലും 5 കിലോമീറ്റർ നിങ്ങൾ ഫിനിഷ് ചെയ്യേണ്ടത് 25 മിനിറ്റിന്റെ ഉള്ളിലും. ഇപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ നിങ്ങൾക്ക് 5 കിലോമീറ്റർ വരെ 25 മിനിറ്റിൽ ഓടാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 3 കിലോമീറ്റർ സ്റ്റാർട്ട് ചെയ്യുക. 3 കിലോമീറ്റർ 15 മിനിറ്റിന്റെ അണ്ടറിലും 3 കിലോമീറ്റർ ഫിനിഷ് ആവണ പോലെ ഓടി പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് 15 മിനിറ്റിനകത്ത് 3 കിലോമീറ്റർ ഫിനിഷ് ആയതിനു ശേഷം നിങ്ങൾ പിന്നെ 5 കിലോമീറ്റർ 25 മിനിറ്റിനകത്ത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇതാണ് ചെയ്യേണ്ടത്. ഇതാണ് വെനസ്ഡേയിലെ വർക്കൗട്ട്. പിന്നെ തേഴ്സ്ഡേക്കകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ലെഗ് വർക്കൗട്ടാണ്. ആക്ച്വലി ലെഗ് വർക്കൗട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് വെച്ചിട്ട് ചെയ്താൽ മതി. നിങ്ങൾ ലെഗ് വർക്കൗട്ടിന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കാം. അത് തന്നെ നിങ്ങൾ ചെയ്താൽ മതിയാവും. ഓക്കെ, പിന്നെ ഫ്രൈഡേ നിങ്ങൾ ചെയ്യേണ്ടത് 100 മീറ്ററിന്റെ 6 സ്ട്രൈഡ്സ് ചെയ്യണം. മിനിമം 6 6 to 10 ചെയ്യണം. മിനിമം 6 മാക്സിമം 10 വരെ 100 മീറ്ററിന്റെ സ്ട്രൈഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു 80 to 90% എഫേർട്ടിൽ ഓടിയാൽ മതി. ലോങ് സ്റ്റെപ്പ് വെച്ചിട്ട് 100 മീറ്റർ ഓടുക എന്നുള്ളതാണ്. 100% എഫേർട്ടിൽ ഓടരുത്, സ്ട്രൈഡ് ചെയ്താൽ മതി. അതായത് നിങ്ങളുടെ ഒരു 80 to 90% എഫേർട്ടിലാണ് നിങ്ങൾ സ്ട്രൈഡ് ചെയ്യേണ്ടത് 100 മീറ്ററിന്റെ. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. അതിൻ്റെ ഒപ്പം നിങ്ങൾ ABC ഡ്രിൽസും കൂടി ആഡ് ചെയ്യുക. ABC ഡ്രിൽസിന്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കാം. ഓക്കെ, ഇതാണ് ഫ്രൈഡേയിൽ നിങ്ങൾ ചെയ്യേണ്ടത്. സാറ്റർഡേക്കകത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം 5 to 8 കിലോമീറ്റർ ലോങ് റൺ ചെയ്യുന്നതാണ്. ലോങ് റൺ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ആദ്യം ഒന്നും ചെയ്യണ്ട, ടൈമും കാര്യങ്ങളും നോക്കണ്ട. ആദ്യം നിങ്ങൾ ഈ 5 കിലോമീറ്റർ ഓടി തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. ടൈമും മാറ്റർ ആക്കണ്ട, 5 കിലോമീറ്റർ ഓടി തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. വൺസ് 5 കിലോമീറ്റർ നിങ്ങൾ ഓടി നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഓടി തീർക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് 5 കിലോമീറ്റർ നിങ്ങളുടെ ടാർഗറ്റ് പേസ് ആയി കഴിഞ്ഞാൽ 22 അല്ലെങ്കിൽ 24 മിനിറ്റിനകത്ത് 5 കിലോമീറ്റർ ഓടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം നിങ്ങളൊരു 3 കിലോമീറ്ററും കൂടി എക്സ്ട്രാ ഓടുക. 8 കിലോമീറ്റർ വരെ നിങ്ങൾ ഓടിയിരിക്കണം. അതാണ് നിങ്ങൾ ലോങ് റൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5 കിലോമീറ്റർ നിങ്ങളുടെ ഗോൾ പേസിൽ ഓടണം. നിങ്ങൾ റാലിയിലേക്ക് നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റിന് പാസ്സാവണ പോലെ ഓടണം. ആദ്യം തന്നെ അങ്ങനെ ഓടരുത്. ആദ്യം നിങ്ങൾ 5 കിലോമീറ്റർ ഓടി തീർക്കുക, സമാധാനത്തിൽ ഓടി തീർക്കുക. അങ്ങനെ ഒരു മാസം 2 മാസം അങ്ങനെ ചെയ്തതിന് ശേഷം ഈ 5 കിലോമീറ്റർ നിങ്ങൾ ടൈമിൽ ഓടി തീർക്കുക. അതിനുശേഷം 5 കിലോമീറ്റർ ടൈമിൽ ഓടുക പറയുമ്പോൾ ഒരു 23-24 നിങ്ങൾ 5 കിലോമീറ്റർ ഫിനിഷ് ചെയ്യുക. ബാക്കി ഒരു 2 കിലോമീറ്റർ ആ ഒരു പേസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഓടാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ സ്റ്റാമിന കിട്ടാം. അതിന് വേണ്ടിയിട്ടാണ് മിനിമം 8 കിലോമീറ്റർ വരെയെങ്കിലും നിങ്ങൾ ഓടേണ്ടതാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന വർക്കൗട്ട് പ്ലാൻ. ഞാൻ നിങ്ങൾക്കൊരു ടേബിൾ കാണിച്ചാൽ ഇത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. നിങ്ങൾ ഡെയിലി ചെയ്യുക, ഡെയിലി വർക്കൗട്ട് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ SSC GD നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ എന്തായാലും പാസ്സാവണതായിരിക്കും. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ വർക്കൗട്ട് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനകത്ത് ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലാത്തവർക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുക. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാലും മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. എന്തായാലും വർക്കൗട്ട് ചെയ്യാണ്ടിരിക്കരുത്. നിങ്ങൾക്ക് എന്തായാലും SSC GD പാസ്സാവാൻ കഴിയും. വളരെ എളുപ്പമാണ് 5 കിലോമീറ്റർ പാസ്സാവാൻ. ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത്രയും വർക്കൗട്ട് നിങ്ങൾ ചെയ്തിട്ടാണ് നിങ്ങൾ SSC GD പാസ്സായിട്ട് നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞ്
നിങ്ങൾ ട്രെയിനിങ്ങിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും വർക്കൗട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ട്രെയിനിങ് സമയത്തും നിങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടില്ലാണ്ട് നല്ല രീതിക്ക് ട്രെയിനിങ് തന്നെ പൂർത്തിയാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വർക്കൗട്ട് നിങ്ങൾ എന്തായാലും ചെയ്യുക. അതിൻ്റെ ഒപ്പം ഒരു കാരണം വെച്ചാൽ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തത് ലെഗ് വർക്കൗട്ടാണ്. ലെഗ് വർക്കൗട്ട് ഒരു കാരണം വെച്ചാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ള ടോപ്പിക്കുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയ്ക്കകത്ത് വരുന്നതായിരിക്കും. അതുവരെയും ബൈ.